വെൽക്കം ബാക്ക് ടു അസ്നാസ് വേൾഡ്. അപ്പം നമ്മളിന്ന് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണാം. ഈ ഒരു ഹാങ്ങിങ് പോട്ടിനായിട്ട് ഞാനൊരു ചെറിയ കപ്പിലാണ് സിമെൻറ്റ് എടുക്കുന്നത്. ആ ഒരു ചെറിയ കപ്പിൽ 1 കപ്പ് സിമെൻറ്റും അതിന് 3 കപ്പ് മണലും എടുക്കണം. അപ്പോൾ നമ്മളിനി ഇതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ചട്ടിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഓയിൽ. അതിനുശേഷം നമ്മൾ കൂട്ടി വെച്ച സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും മിക്സ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഷേപ്പാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു ഹോൾ ഇട്ട് കൊടുക്കണം, വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതൊരു ദിവസം ഇങ്ങനെ വെക്കണം. ഇപ്പം ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് ഈ ചട്ടി എടുക്കുന്നത്. ഈ ചട്ടി നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി നോക്കാം. ഇനി നമ്മളിതൊക്കെ അത്യാവശ്യം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ചട്ടി സോഫ്റ്റായിട്ട് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം സോഫ്റ്റായിട്ടുണ്ടാവും. ഇനി പതുക്കെ ഒന്ന് പൊക്കി നോക്കാം. അപ്പം നമ്മുടെ ചട്ടി നമ്മൾ വിചാരിച്ച പോലെ നല്ലൊരു ഷേപ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് സിമെൻറ്റ് തേക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്രൗട്ട് രൂപത്തിലാണ് നമ്മൾ ഈ സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ നമ്മൾ ചട്ടി ഉണ്ടാക്കുമ്പോൾ ഉൾവശത്തു നിന്നൊരു ഹോൾ ഇട്ട് കൊടുത്തത് നമ്മൾ പുറം വശത്തു നിന്നും അതൊന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഗ്രൗട്ട് അതിൻ്റെ മേലെ പെയിൻ്റ് അടിക്കണ പോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമെൻറ്റ് അടിക്കൽ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 മണിക്കൂർ ഉണങ്ങാൻ വെക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കുക. നമ്മുടെ സാധാരണ പോലെ പെയിൻ്റ് അടിക്കണ പോലെ തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വൈറ്റ് സിമെൻറ്റ് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു ദിവസം ഉണങ്ങാൻ വെച്ചതിന് ശേഷം പെയിൻ്റ് അടിക്കാം. ഞാനിതിന് റെഡ് കളർ പെയിൻ്റാണ് എടുക്കുന്നത്.
എൻ്റെ എല്ലാ ചട്ടികൾക്കും ഞാൻ റെഡ് കളർ പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റ് കോട്ടാണ് അടിക്കുന്നത്. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ടും അടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കാം. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും ഫിനിഷിങ്ങും ഒക്കെ നമ്മുടെ ചട്ടിക്ക് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഒന്ന് പറഞ്ഞു തോലക്ക്. വലിയ വട്ടല തീർച്ചയായി അപ്പൊ ഞാൻ വേഗം പറഞ്ഞിട്ട് മുന്നിൽ വരുമ്പോഴും ചോദിച്ചു ഹലോ ഫ്രണ്ട്സ്, കുറച്ച് പേർക്ക്